നമസ്തേ. ഡോക്ടർ ശിവനന്ദ എസ് നായർ, CMO ഓഫ് ആയുർവേദ പഞ്ചകർമ്മ. മൈഗ്രെയിൻ എന്ന ഡിസീസിനെ കുറിച്ച് ചർച്ച ചെയ്താലോ? എന്താണ് മൈഗ്രെയിൻ? അസഹനീയമായിട്ടുള്ള തലവേദന. ഇന്ന് ഈ മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ കുട്ടികളെ മുതൽ മുതിർന്ന വ്യക്തികളെ വരെ ഉപദ്രവിച്ചു പോകുന്ന ഒരു ഡിസീസാണ്. അതായത് ഈ മൈഗ്രെയിൻ വന്നു കഴിഞ്ഞാൽ ഒരു പേഴ്സണെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ ടോട്ടലി ഡിസ്റ്റർബ് ചെയ്യുന്ന ഒരു അസുഖം തന്നെയാണ്. അപ്പോൾ ഈ മൈഗ്രെയിൻ എന്തൊക്കെ ലക്ഷണങ്ങൾ കാണിക്കും? ഇപ്പോൾ എൻ്റെ OPയിൽ പേഷ്യൻസ് വരുമ്പോൾ അവർ പറയുന്ന സൈനാണ്, ഡോക്ടറെ എനിക്ക് ചെറിയ സൗണ്ട് പോലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, ഈ ലൈറ്റ് കണ്ണിലേക്ക് പതിക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരുന്നുണ്ട്, പിന്നെ എന്താണ് നൗസിയ, വോമിറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. ചില പേഷ്യൻ്റ് പറയും വോമിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നുണ്ടെന്ന് ചില പേഷ്യൻസ് പറയാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ പെൺകുട്ടികളിൽ അല്ലെങ്കിൽ സ്ത്രീകളിൽ പീരിയഡ്സിൻ്റെ സമയത്ത്, മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് ഹോർമോണൽ ചേഞ്ചസ് വരുമല്ലോ, ആ ടൈം ഈ മൈഗ്രെയിൻ കണ്ടുപോകുന്നുണ്ട്. കൂടാതെ ഒത്തിരി സ്ട്രെസ്സുള്ള വ്യക്തികളിൽ കാണുന്നു. കോൺസ്റ്റിപ്പേഷൻ, മലബന്ധമുള്ള വ്യക്തികളിലും ഈ മൈഗ്രെയിൻ കണ്ടുവരുന്നുണ്ട്. പിന്നെ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാൻ പറ്റാത്ത വ്യക്തികളിൽ അവർ പറയും 12 മണി അല്ലെങ്കിൽ 12:30 ആയപ്പോൾ ലൈറ്റായിട്ട് തുടങ്ങി ഡോക്ടറെ, 3 മണിയായപ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല. ഇതാണിപ്പോൾ കുറച്ച് ദിവസം കൊണ്ടുള്ളത്. എന്നുവെച്ചാൽ അവർക്ക് തന്നെ വലിയ എന്തോ അസുഖമാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇത് പേഷ്യൻറ്റിനെ ഉപദ്രവിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്തെല്ലാം ആയുർവേദ മെഡിസിൻസ് നമുക്കിത് കഴിക്കാൻ പറ്റും? പത്യാദിശരംഗ കഷായം വളരെ നല്ലതാണ്. ഞാൻ എൻ്റെ പേഷ്യൻസിന് കൊടുത്ത് റിസൾട്ടുള്ള കാര്യമാണ് ഈ പറയുന്നത്. പത്യാദിശരംഗ കഷായം, വരണാദി കഷായം, ഭരണാധികൃതം, മൈഗ്രാക്കോട്ട് ടാബ്, പത്യാദി ടാബ്, ഇതെല്ലാം റിസൾട്ടുള്ളതാണ് കേട്ടോ. പക്ഷേ ഇതെല്ലാം ഉപയോഗിക്കുന്നത് കൃത്യമായിട്ടും ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം മാത്രമായിരിക്കണം ഇത് ചെയ്യേണ്ടത്. കാര്യം ഓരോ വ്യക്തികളുടെ ശരീരത്തിനനുസരിച്ചും അവർക്ക് മറ്റ് ഡിസീസിനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഡോസ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഞാൻ എടുത്ത് പറയുകയാണ്, ഇത് കേട്ട ഉടനെ പോയി വാങ്ങി കഴിക്കരുത്. ഓരോ വ്യക്തികളുടെ നമ്മുടെ ശരീരത്തിൻ്റെ അവരെ ഭാരവും ശരീരഭാരവും പിന്നെ അവർക്കിപ്പോൾ BP ഉണ്ടോ ഷുഗർ ഉണ്ടോ ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മളൊരു മെഡിസിൻ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതിൻ്റെ ഡോസൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഇത് കൂടാതെ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യം പറഞ്ഞുതരാം. മൈഗ്രാക്കോട്ട് ഓയിൽ വളരെയധികം റിസൾട്ടുള്ള ഓയിലാണ് കേട്ടോ. മൈഗ്രെയിന് പേര് തന്നെ മൈഗ്രാക്കോട്ട് ഓയിൽ എന്നാണ്. അതൊരു 7 ഡ്രോപ്സ് കുളിക്കുന്നതിന് മുമ്പ് നെറുകയിൽ അപ്ലൈ ചെയ്ത് ഒരു 15 to 25 മിനിറ്റ്സ് വരെ നിൽക്കുക. ആ രീതിയാണ് കേട്ടോ. അതായത് 7 ഡ്രോപ്സ് അല്ലെങ്കിൽ 10 ഡ്രോപ്സ് കുളിക്കുന്നതിന് മുമ്പേ നെറുകയിൽ അപ്ലൈ ചെയ്യുക. അത് വളരെ റിസൾട്ട് കിട്ടുന്നതാണ്. കുളി കഴിഞ്ഞ് കച്ചൂരാതി ചൂർണം നെറുകയിലിടുന്നത് നല്ലതാണ്. കച്ചൂരാതി ചൂർണം അപ്ലൈ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. എടുത്ത് പറയുന്നത് കുറച്ച് കൂളിംഗ് സെൻസേഷൻ കിട്ടുന്നതാണ്. നിങ്ങൾക്ക് മൈഗ്രെയിന് ഞാനൊരു എക്സസൈസ് പറഞ്ഞുതരാം. ഇത് ഒരു മോർണിംഗ് 7 ടൈംസും അതുപോലെ തന്നെ നൈറ്റ് സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒത്തിരി സ്ട്രെസ് വരുമ്പോഴേക്കും ഇതൊരു 5 ടൈംസോ 7 ടൈംസോ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം റിലാക്സ് ആവുന്നതാണ് കേട്ടോ. നമ്മുടെ ഫിംഗേഴ്സ് നോസിലേക്ക് ഈ മെത്തേഡിൽ നോക്കിയേ, ഇതിങ്ങനെ വന്നു, ഐബ്രോസിലേക്ക് വന്നു, ഐബ്രോസിൻ്റെ ഈ ടിപ്പിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതാ നോക്കിയേ, 1 2 3 1 2 3 ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ചെവിയുടെ ബാക്കിലേക്ക് ഈ പോയിന്റിൽ എത്തിയതിന് ശേഷം അവിടെ ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ട് 1 2 3 1 2 3 എന്ന് ഡൗൺ വേർഡ് ആയിട്ട് കൊണ്ടുപോകുക. ഈ എക്സസൈസ് ഒരു 7 ടൈംസ് മോർണിംഗും 7 ടൈംസ് ഈവനിങ്ങോ നൈറ്റോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ബ്രീത്തിൽ ചെയ്താൽ മതി കേട്ടോ. ബ്രീത്തിങ് എക്സസൈസോടുകൂടി ഒന്നും വേണ്ട, നോർമൽ ബ്രീത്ത് ചെയ്ത് കഴിഞ്ഞാൽ അതും റിസൾട്ട് കിട്ടുന്നതാണ്. അത് മാത്രമല്ല യോഗയിലെ പ്രാണായാമമൊക്കെ വളരെയധികം നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ മെഡിസിൻ, ഈ മൈഗ്രെയിന് എങ്ങനെയാണ് ഈ മെഡിസിൻ കഴിക്കേണ്ടത്, അപ്പോൾ എനിക്കിത് കഴിക്കാൻ പറ്റുമോ, ഡോക്ടറിനോടൊന്ന് ചോദിക്കുക എന്നൊരു തോന്നൽ വന്നാൽ കൃത്യമായിട്ട് നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വിളിക്കുക. ഞാനതിന് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മുടെ മൈഗ്രെയിനെ കുറിച്ചുള്ള ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം.